3 മരണങ്ങൾ, അച്ഛൻ, അമ്മ, മകൻ, അങ്ങനെ 3 മരണങ്ങൾ അതിൽ ദുരൂഹതയേറ്റി വരുമ്പോൾ ഇന്നത്തെ ന്യൂസ് നമ്പർ 1 ആണ് ഈ വിഷയം. നമ്മൾ ഈ വിഷയത്തിലേക്ക് വളരെ ആഴത്തിൽ പോവുകയാണ്. സുഭാഷ് ബാബു, ഗുഡ് ഈവനിങ്. അത്ര നല്ലൊരു സായാഹ്നമല്ല ഇപ്പോൾ ഈ വാർത്ത വരുമ്പോൾ. വെഞ്ഞാറമ്മൂട് കൊലപാതകത്തെക്കുറിച്ചാണ് ആദ്യം ഓർമ്മ വരുന്നത്. അത് ഇത്ര 2 കൊലപാതകത്തിൽ അവസാനിച്ചില്ല. പക്ഷേ അതിൻ്റെ ഒരു രീതി പരിശോധിക്കുമ്പോൾ ചുറ്റിക വച്ച് അടിച്ചു കൊലപ്പെടുത്തി എന്നൊക്കെയാണ് നമ്മൾ അന്ന് കേട്ടത്. ഇത് കോടാലി കൊണ്ടാണ്. അങ്ങനെ ചെറിയ ചില സാമ്യമൊക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ പക്ഷേ ഈ മോഷണമൊന്നും നടന്നിട്ടില്ല എന്നും നമ്മൾക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഒരു വ്യക്തി വൈരാഗ്യം എന്നതിലേക്ക് തന്നെ നമ്മൾ ഇതിലേക്ക് എത്തിക്കാൻ പറ്റുമോ? താങ്കളുടെ നിഗമനം എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ ഒരുപാട് മുതലുണ്ട്. ഇവരുടെ ശരീരത്തിൽ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അതെടുക്കാതെ അത് മറ്റൊരു സാധനങ്ങളും ആ വീട്ടിൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണല്ലോ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തായാലും ശരിയായ വ്യക്തി വിരോധമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അവരെ ഏതെങ്കിലും രീതിയിൽ നിഗ്രഹിക്കണം അല്ലെ ഇല്ലാതാക്കണമെന്നുള്ള വേറെന്തെങ്കിലും താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ ചെയ്യപ്പെട്ടതായിരിക്കാനുള്ളതാണ് കൂടുതൽ സാധ്യത. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഓപ്പറേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ വീടുമായി ബന്ധമുള്ള ആൾക്കാർ അല്ലെ പരിചയമുള്ള ആൾക്കാരാണ് അത് ചെയ്യാനുള്ള സാധ്യത. അത് ബന്ധുക്കളാകാം, സുഹൃത്തുക്കളാകാം, അവിടുത്തെ സ്ഥിരം സന്ദർശകരായിട്ടുള്ള വ്യക്തികളാകാം, അവിടുത്തെ മുൻ അല്ല ജോലിക്കാരായിട്ടുള്ള വ്യക്തികളാകാം. അങ്ങനെയുള്ള വ്യക്തികൾ ആരെങ്കിലും ആകാനാണ് സാധ്യത. കാരണം അവിടെ നിന്ന് CCTVയുടെ ഹാർഡ് ഡിസ്കൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു. അത് 2 എണ്ണം ഉണ്ട്, 2 ഒരേമാതിരി മാറ്റപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ ഇത് വീട് തുറക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്ത ജനൽ തുറക്കാൻ കഴിയുമെന്നറിഞ്ഞ് അത് ആ രീതിയിൽ തുറന്ന് വാതിൽ തുറന്ന് അതിൻ്റെ ഉള്ളിൽ കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ സൂചന വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് ആ പ്രദേശം അല്ലെങ്കിൽ വീട് ശരിക്കും അറിയുന്ന വ്യക്തികളാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ എന്തായാലും പറ്റില്ല. പ്രധാനപ്പെട്ട കാര്യമാണ് ശ്രീ സുഭാഷ് ബാബു. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കൊലപാതകം ഇത് നടന്ന രീതി നോക്കുകയാണെങ്കിൽ, അതുപോലെ എങ്ങനെയാണ് മുറിക്കകത്തേക്ക് പ്രവേശിച്ചതെന്ന് പരിശോധിച്ചാൽ, കൂടാതെ 2 കൊലപാതകം നടത്തിയിട്ടുണ്ട്, നായകളെ മയക്കി കിടത്തി എന്നൊക്കെയാണ്. അങ്ങനെയെങ്കിൽ ഇത് ഒരാൾ മാത്രമായിരിക്കുമോ ചെയ്തിട്ടുണ്ടാവുക? നായകളെ മയക്കി കിടത്തണമെങ്കിൽ നായയുമായിട്ട് ഏതെങ്കിലും പരിചയമുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ അതിനെ മെയിം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ വശീകരിക്കാൻ പറ്റുന്ന വ്യക്തിത്വമായിരിക്കണം. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ വീടുമായി ബന്ധപ്പെട്ട ആ വീട്ടിൽ സഞ്ചരിച്ചിട്ട് അല്ലെ വീടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആരെങ്കിലും ആകാനുള്ള സാധ്യത കൂടുതലായിട്ട് പോലീസിനെ സംബന്ധിച്ച് സംശയം വരുന്നത്. കാരണം സാധാരണഗതിയിൽ അപരിചിതരായ ഒരാൾ ഇതേമാതിരി വളർത്തുനായുടെ അടുത്ത് എന്ന് ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വിഷാംശം ആ നായിന് ഭക്ഷണത്തിലൂടെ കൊടുക്കുക അല്ലാണ്ട് വേറെ മാർഗ്ഗമില്ലല്ലോ. അങ്ങനെ കൊടുക്കുന്നതിന് വേണ്ടി ചെല്ലുമ്പോൾ അത് സ്വീകരിക്കാൻ സാധ്യതയല്ല. അപ്പോൾ അവിടെ കൂടുതൽ വയലൻ്റായിട്ട് ആ നായ കുരയ്ക്കുകയും ശബ്ദമൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ഒരു മോഷണം നടത്താനോ അല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്താൻ വരുന്ന വ്യക്തികളൊന്നും അതേമാതിരി ഒരു പരീക്ഷണത്തിന് പോകില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിനെ ആ നായ താൻ ചെന്നാൽ പോലും അതായത് അക്രമാസക്തമായ രീതിയിൽ പെരുമാറില്ല എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ആ വ്യക്തി പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ആ വീടുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയിലേക്ക് പോലീസ് അതാണ് ആദ്യമായിട്ട് അന്വേഷിക്കുന്നത് എന്ന് പറയാൻ കാരണം. അതിനോടൊപ്പം തന്നെ ഈ മകന്റെ മരണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കളുടെ ഒരു എന്താണ് താങ്കളുടെ വിലയിരുത്തൽ എന്ന് കൂടി അറിഞ്ഞാൽ ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോയിട്ട് താങ്കളിലേക്ക് തിരികെ എത്താം. അതായത് ഇത് ഒരാൾ മാത്രമായിരിക്കുമോ? താങ്കൾ ഇതെല്ലാം പഠിച്ചു കഴിയുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? ഒരാൾ ആകാൻ സാധ്യതയുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് നമ്മൾ അന്വേഷണത്തിൽ അന്തിമഘട്ടത്തിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒന്നിൽ കൂടുതൽ ആളുകൾ സഹായിയായിട്ട്, കാരണം ഒരാളുകൂടെ സഹായം ഉണ്ടാകാനുള്ള സാധ്യത സാഹചര്യം കൊണ്ട് കാണുന്നുണ്ട്. എന്തായാലും ഈ നായിൻ്റെ മാത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ പരിചയമുള്ളതായിരിക്കണം. അതിൽ വീട് പരിചയമുള്ള ആൾക്കാണെങ്കിൽ ആയുധം എടുക്കുന്നതിന് എവിടെയാണ് ആയുധം എന്നുള്ളത് മുടക്കുന്നതിനും അതുപോലെ വാതിൽ തുറക്കുന്നതിനും ഉള്ളൊക്കെ സൗകര്യം ആ വ്യക്തികളെ സംബന്ധിച്ചുകൊണ്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഒരാളായി കൂടായികയില്ല എന്നും നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. താങ്കളിലേക്ക് തിരികെ എത്താം.